ഉരിച്ച് കഴുകി ക്ലീൻ ചെയ്ത ചൂര ഞാൻ ഈ കറിയിലേക്ക് ഇടയാണ്. ഒരുമിച്ച് വേവും. ഹായ് ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് അമ്മയില്ല, പകരം സുജാത ആന്റി ഉള്ളത്. ആന്റിയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവൂല. തിരുവനന്തപുരത്താണ് ആന്റിയുടെ വീട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മയാണ് സുജാത ആന്റി. നമുക്ക് ഇന്ന് വേണ്ടി തയ്യാറാക്കുന്നത് സ്പെഷ്യൽ തിരുവനന്തപുരം മീൻകറിയാണ്. നമുക്ക് വിഴിഞ്ഞം തുറമുഖത്ത് പോയിട്ടാകുമ്പോ കിട്ടിയത് ചൂരമീൻ. ആന്റി പറയുന്നത് കാസർഗോഡുകാർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇവിടുത്തെ തിരുവനന്തപുരത്തെ പക്ക തിരുവനന്തപുരം ഭാഷയാണ്. കുറെ ആൾക്കാർ പറയലുണ്ട് അമ്മ കാസർഗോഡൻ ഭാഷ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്ന്. ഓരോരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ. തിരുവനന്തപുരത്തെ മുരിങ്ങാക്കോല് ഇട്ടുവെച്ച മീൻകറി ഉണ്ടല്ലോ, അപാര ടേസ്റ്റ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റൂല. ആന്റി, അപ്പൊ നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടി ചേരുവകളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുവോ? മീന് ചൂര ഉരിച്ച് കഴുകി ക്ലീൻ ചെയ്തത് ചൂര, മല്ലിപ്പൊടി വറുത്തത്, മുളക് പൊടി വറുത്തത്, മഞ്ഞൾപ്പൊടി, തേങ്ങ വറുത്തതാണ്. തേങ്ങയും കരിയാമ്പിലയും കൂടി, തേങ്ങയും കരിയേപ്പലയും ഉള്ളിയും കൂടെ ഇട്ട് വറുത്തതാണ് ഈ തേങ്ങ. പിന്നെ അതിന് ഉലുവ, ആവശ്യത്തിനുള്ള ഉലുവ, മുരിങ്ങയ്ക്ക അതിന്റെ നാര് പൊളിച്ച് കളഞ്ഞത്, തക്കാളി, പച്ചമുളക്, കരിയേപ്പല, നമ്മുടെ നാടൻ പുളിവെള്ളം, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ വെക്കുന്നത് മൺചട്ടിയിലാണ്. വറുത്ത മുളക് പൊടി പാകത്തിന്, മല്ലിപ്പൊടി പാകത്തിന്, മഞ്ഞൾപ്പൊടി. ഇത് വറുത്ത തേങ്ങയാണ്. വറുത്ത തേങ്ങ അരയ്ക്കുമ്പോൾ ആ മീൻകറിക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ് വറുത്ത് ഇടുന്നത് തേങ്ങ. ഉലുവ ആവശ്യത്തിന്, കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ അരയ്ക്കാൻ പോകുകയാണ്. മീൻകറിയിലെ അരപ്പ് പാകമായിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ച് സകല എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുകിട്ട് വറ്റൽ മുളക്, കറിവേപ്പില, തക്കാളി ഇട്ട് ഇനി മുരിങ്ങയ്ക്ക, പച്ചമുളക്. ഇനി അരച്ചു വെച്ച തേങ്ങ അതില് ഒഴിക്കുകയും പാകത്തിന് വെള്ളം ഒഴിച്ച് മീൻ വേവാണ്ട വെള്ളം നിന്ന് വേവാൻ കണക്കാക്കി അതിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ്. മീൻ കറിക്ക് ആരും കടുക് പൊട്ടിച്ച് അങ്ങനെ വെക്കൂല. എന്നാൽ നമ്മൾ ഈ നാടൻ കറിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്വാദ് കിട്ടാൻ വേണ്ടിയാണ് അല്പം എണ്ണ ഒഴിച്ച് കടുക് വറുത്ത്. ഇനി അതിന് പാകത്തിന് ഉപ്പ്, നമ്മൾ പുഴിഞ്ഞു വെച്ചിരുന്ന നാടൻ പുളിവെള്ളം ഇതിൽ ചേർക്കുകയാണ്. ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് ചൂര ഞാൻ ഈ കറിയിലേക്ക് ഇടയാണ്. ഒരുമിച്ച് വേവും. ആന്റി, നമ്മുടെയൊക്കെ നാട്ടില് അമ്മ വെക്കുന്ന സമയത്ത് അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണം ഇടുന്നത്. ഇപ്പൊ ഇവിടെ ആന്റി വെക്കുന്ന സമയത്ത് നേരത്തെ തിളക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ ഇട്ടില്ലേ? എന്തുകൊണ്ടാണ്? അത് നമ്മൾ കട്ട് ചെയ്ത കഷ്ണം സകലം വലുതും ഈ അരപ്പിന്റെ കൂടെ തന്നെ ആ മീന് നന്നാ വെന്ത് വരാൻ വേണ്ടിയാണ് ഇതിൽ കൂടെ അങ്ങനെ മീനിട്ടത്, അരപ്പിൽ കൂടെ മീനിട്ടത്. അപ്പോൾ ആ കഷ്ണം വലുതായതിനെ കൊണ്ട് അത് ഇത് വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ കാൽഭാഗം വേവാകും. അപ്പോഴും നന്നാ വെന്ത് വരും. വെള്ളം ഈ തിളച്ച് വരുമ്പോൾ ഏകദേശം മീനും വെന്ത് വരും. അതിനാണ്
നമ്മൾ തിളയ്ക്ക് മുമ്പ് ആ മീൻ ഇട്ടത്. ഇങ്ങനെ വെക്കുമ്പോ സ്വാദും കൂടുതലായിരിക്കും, എല്ലാം പിടിക്കും. ഉപ്പും പുളിയും എല്ലാം ഇതിൽ ചേർന്ന് വരുമ്പോൾ ആ മീൻ കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മളെ നാടൻ മീൻകറിയായിട്ട് അങ്ങനെ വെക്കുന്നത് നന്നാ വരും. അതുകൊണ്ടാണ് ആ തിളയ്ക്ക് മുമ്പ് മീൻ ഇട്ടത്. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ സ്വാദ് കുറച്ച് കൂടുതലായിരിക്കും. മീൻകറി ഞാൻ അടച്ചു വെക്കാൻ പോകാൻ ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പാകമായി ഇരിക്കും മീൻകറി. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ മീൻകറി നോക്കാൻ പോവേണ്. നല്ല പാകമായിട്ടുണ്ട്. നമ്മളെ നാടൻ മീൻകറി നന്നാ വറ്റി വെന്ത് തക്കാളി പച്ചമുളക് എല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ അതിന് ഓഫാക്കാൻ പോവേണ് അടുപ്പ്. അപ്പൊ ആന്റി അതൊന്ന് തുറന്നോ. എനക്കാണേയില്ല ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ കൊതി പിടിച്ച് നിൽക്കുന്നില്ല, അതുപോലെയാണ്. അതിനകത്ത് മീൻകറി കഴിക്കുന്ന സമയത്ത് മുരിങ്ങാക്കോല് കിട്ടും, അതാണ് അപാര ടേസ്റ്റ്. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ വായ പൊള്ളും. നല്ല ചൂടുണ്ട്. മുരിങ്ങയ്ക്ക് ഇട്ട് വെച്ച ചൂരക്കറി ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന മുരിങ്ങാക്കോലാണ്. മുരിങ്ങാക്കോല് മീൻകറിത്തെ സൂപ്പർ. ആന്റി നമ്മളെ കാസർഗോഡൻ ഭാഷയിൽ പറഞ്ഞില്ലേ നല്ല പാങ്ങുണ്ട്. ഇവിടെ പാങ്ങുണ്ട് എന്ന് പറഞ്ഞതിന് പകരം രുചിയുണ്ട്. ചൂടായിട്ടില്ലേ എടുക്കാൻ പറ്റുന്നില്ല, എന്റെ കൈയെല്ലാം പൊള്ളും. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തൊരു ആർത്തിപ്പണ്ടായിരുന്നത്. അങ്ങനെ വിചാരിക്കല്ല, എന്നാലും ഇതിന്റെ ടേസ്റ്റ് ചെയ്യണ്ടേ. ചൂടുണ്ട്, വായി എന്തായിരുന്നാലും പൊള്ളും. കുറച്ച് കഴിയട്ടെ, ഊതാനും പറ്റും. ഞാൻ ഊതി നോക്കുന്നേ. നിങ്ങൾ പറ്റുവാണെങ്കിലേ തിരുവനന്തപുരം സ്പെഷ്യൽ മീൻകറി നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കണം. നമ്മളെ കാസർഗോട്ടുകാർ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ മുരിങ്ങാക്കോലിട്ട് അയ്യേ ഇന്ത്യ മുരിങ്ങാക്കോലിന്ന് നമ്മ പറയല് മുരിങ്ങാക്കോലിന്ന്. ആന്റി ഇവിടെ പറയല് മുരിങ്ങക്ക. ഇവരെ മുരിങ്ങക്ക, നമ്മളെ മുരിങ്ങാക്കോല്. നല്ല പാങ്ങുണ്ട്, സൂപ്പർ. നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം സ്പെഷ്യൽ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ആന്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ആന്റിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരണം. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വിശേഷവുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വരും. ഒരു ടാറ്റ കൊടുക്കാം ആന്റി എല്ലാവർക്കും. ടാറ്റ.